തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ ചരിത്ര വിവരണത്തിലുണ്ടായ തെറ്റ് കണ്ടെത്തി എറണാകുളം സ്വദേശി ജേക്കബ് സന്തോഷ്. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു തെറ്റായ വിവരം കണ്ടെത്തി അത് തിരുത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. കൊച്ചിയിൽ നിന്ന് ഹാൻസ് ജോൺ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ചരിത്രമുറങ്ങുന്ന തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ സന്ദർശകർക്കായി നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അത് കണ്ടെത്തിയത് ജേക്കബ് സന്തോഷ് എന്ന വ്യക്തിയും അത് തിരുത്താൻ വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആ തെറ്റെന്നും അത് തിരുത്താൻ അദ്ദേഹം എന്താണ് ചെയ്തതെന്നും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സന്ദർശിക്കുകയുണ്ടായി. അവിടെ കൊച്ചിയുടെ ചരിത്രം, കൊച്ചി രാജകുടുംബവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തുടർന്ന് വരുന്ന പല ഫലകങ്ങളും കടന്നു പോകുമ്പോഴത്തേക്കും ഒരു ഡച്ചുകാരും കൊച്ചിയും എന്നുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്ന ഒരു ഫലകം ഉണ്ടായിരുന്നു. ആ ഫലകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഡച്ചുകാർ 1774 ബോൾഗാട്ടി പാലസ് രാമന്തുരത്തിൽ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. രാമന്തുരത്ത് എന്ന് പറയുന്നത് ഞാൻ ഈ മുളകാട് ദ്വീപിൽ ജനിച്ചു വളർന്നിട്ടുള്ള, ഈ ബോൾഗാട്ടി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പോഞ്ഞിക്കരയിൽ ജനിച്ചു വളർന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം ഈ ബോൾഗാട്ടി പാലസ് എവിടെയാണെന്നും. ഞങ്ങൾ ചെറുപ്പകാലങ്ങളിൽ ഇവിടെ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ രാമന്തുരത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മാറി വല്ലാറുപാടത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന വേറൊരു ദ്വീപാണ്. അവിടെ ഈ ബോൾഗാട്ടിയും തമ്മിൽ ഒരു 250 മീറ്ററെങ്കിലും ഈ കായലിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അവിടെ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിൻ്റെ വിവരം ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേക്ക് രേഖാമൂലം അറിയിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഇതിന് ആവശ്യമായ തിരുത്തൽ നടപടി ഉണ്ടാകുമെന്ന അറിയിപ്പും ലഭിക്കുകയുണ്ടായി. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നിലവിൽ ഇപ്പോഴും അവിടെ നിന്ന് ആ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പം ഇനിയിപ്പം മറ്റെന്തെങ്കിലും മെയിലുകൾ അയക്കുന്നുണ്ടോ? ആ വിവരം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തുടർ നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഒരു നിജസ്ഥിതി എവിടം വരെ ആയി എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഒരു വിവരം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ രാമന്തുരത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കൊച്ചി പോർട്ടിൻ്റെ ഭാഗമായിട്ട് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വികസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാമന്തുരത്തും മറ്റേ മെയിൻലാൻഡും കൂടി ഒറ്റ ഇതായിട്ട് കിടക്കുകയാണ്. വരുന്ന തലമുറ കൊച്ചിയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴത്തേക്ക് രാമന്തുരത്തിലാണ് ബോൾഗാട്ടി പാലസ് എന്നുള്ള ഒരു വിവരം, തെറ്റായ വിവരം നമ്മൾ കൈമാറുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഈ ഒരു ഫലകത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫലകത്തിനകത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിപ്പിക്കുന്ന ഫലകങ്ങൾ മൊത്തം ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യം കൂടെ ആണ് കാണുന്നത്. കാരണം ഇത്രയും വസ്തുപരമായിട്ടുള്ളൊരു തെറ്റ്, അത് നമ്മൾ കണ്ണിൽ തന്നെ കാണുന്ന ഒരു തെറ്റ് ഇപ്പോഴും അവിടെ വർഷങ്ങളായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫലകത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു തെറ്റ് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് തിരുത്താനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം ആ ഒരു തെറ്റ് ബാധിക്കാൻ പോകുന്നത് അനേകായിരം മനുഷ്യന്മാരെ ആയിരിക്കും. ക്യാമറാമാൻ അരുൺ നമ്പ്യാരോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, കൊച്ചി.